പ്രാദേശിക സാമ്പത്തിക വികസനത്തിനും ശുചിത്വ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കും മുൻതൂക്കം നൽകി കോതമംഗലം നഗരസഭാ ബജറ്റ് നഗരസഭാ ചെയർമാൻ കെ ടോമി ബജറ്റ് അവതരിപ്പിച്ചു. 44,35,30,153 രൂപ വരവും 37,43,91,053 രൂപ ചിലവും 8,36,65,100 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ ചെയർമാൻ കെ ടോമി അവതരിപ്പിച്ചത്. നിലവിലുള്ളതും കുടിശ്ശികയായിട്ടുള്ളതുമായ നികുതി പിരിച്ചെടുക്കും. നഗരസഭാ ഓഫീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി GIS മാപ്പിംഗ് പദ്ധതി നടപ്പിലാക്കും. പദ്ധതി പൂർത്തിയായാൽ സേവനങ്ങൾ വിരൽത്തുമ്പിൽ എന്നത് പൂർണ്ണമായും യാഥാർത്ഥ്യമാകും. കോതമംഗലം നഗരസഭയുടെ സ്വപ്ന പദ്ധതിയും മണ്ഡലത്തിലെ ജനങ്ങളുടെ ചിരകാലാഭിലാഷവുമായിരുന്ന ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കും. കോതമംഗലം നിവാസികൾക്ക് ഏറെ പ്രയോജനകരമാകാൻ പോകുന്ന ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കും. ആരോഗ്യമേഖലയ്ക്ക് മുന്തിയ പരിഗണന. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ. മുനിസിപ്പൽ പാർക്ക് നവീകരണം. മുനിസിപ്പൽ ലൈബ്രറി നവീകരണം. കോതമംഗലത്തെ മാലിന്യമുക്ത നഗരസഭയാക്കി മാറ്റിത്തീർക്കുന്നതിന്റെ ഭാഗമായി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നഗരസഭാ പരിധിയിലെ മുഴുവൻ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും ഇതിനായി MCF, മിനി MCF യൂണിറ്റുകൾ, ബോട്ടിൽ ബൂത്തുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും തീരുമാനം. ഷീ ലോഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ പൂർത്തീകരിക്കും. നഗരസഭയിലെ എല്ലാ വാർഡുകളിലെയും പ്രധാനപ്പെട്ട റോഡുകളുടെ പുനരുദ്ധാരണം. 15 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച നഗരസഭാ മാർക്കറ്റിന്റെ ഉദ്ഘാടനം ഏപ്രിൽ ആദ്യവാരം തന്നെ നടത്തി തുറന്നുകൊടുക്കുവാൻ കഴിയും. നഗരസഭാ മാർക്കറ്റിന്റെ നവീകരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഫണ്ട് വകയിരുത്തിക്കൊണ്ടുള്ള സമഗ്ര ബജറ്റാണ് കോതമംഗലം നഗരസഭ അവതരിപ്പിച്ചത്. ചിരകാലാഭിലാഷവുമായിരുന്ന ആധുനിക ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കാൻ കഴിഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. ഈ നേട്ടം കൈവരിക്കുന്ന സംസ്ഥാനത്തെ തന്നെ പ്രഥമ നഗരസഭ എന്ന നിലയിൽ പദ്ധതിയുടെ വേലകൾ അടിയന്തരമായി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ഈ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നും കോതമംഗലം നിവാസികൾക്ക് ഏറെ പ്രയോജനകരമാകാൻ പോകുന്ന ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനം ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കാൻ പോവുകയാണ്. ടെൻഡർ വേല എന്ന കടമ്പ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ വിനോദ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി തങ്കച്ചൻ, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത് സി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.